Education is the most powerful weapon which you can use to change the world. The Prophet Muhammad sallallahu alaihi wasallam teaches, whoever follows a path for seeking knowledge, the Almighty Allah will easy for him the path to paradise. Seeking knowledge is obligatory upon every believer. These teachings emphasize education as the divine duty, a path to paradise. Also, Quran teaches, are those who have knowledge equal to those who do not have knowledge? From these quotes, we can understand the importance of seeking knowledge for human being. Education today stands at the forefront of the transformation demanded by changing times. By nurturing progress, growth, and holistic development across every dimension of a child's life, Darul Fatah Public School continues its remarkable journey of excellence. On this beautiful evening, it's my great pleasure to warmly welcome each and every one of you to be part of this inspiring journey and annual report of 2026. കാലം അതിവേഗം മാറുകയാണ്. ഒപ്പം സമൂഹവും. മനുഷ്യൻ അറിവിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുന്നു. ആധുനിക ശാസ്ത്രയുഗത്തിൽ വിദ്യാലയങ്ങൾ വെളിച്ചത്തിന്റെ ഗോപുരങ്ങളായി മാറുന്നു. യന്ത്രമനുഷ്യരും സാങ്കേതിക വിദ്യകളും ലോകത്തെ കീഴടക്കുമ്പോഴും മനുഷ്യത്വവും വിവേകവും കൈവിടാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നിരക്ഷരതയ്ക്ക് സാക്ഷരതയേക്കാൾ സൗന്ദര്യം കൈവരുന്ന പുതിയ കാലഘട്ടം. സാംസ്കാരിക സമ്പന്നരും മൂല്യത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ മുന്നിൽ കാണുന്നവരുമായ ഒരു സമൂഹത്തെ സ്വപ്നം കാണുകയാണ് ഈ ലോകം. മനുഷ്യനെ നിർമ്മിക്കുന്ന, മാനവികതയെ തൊട്ടറിയുന്ന, വേദനിക്കുന്നവന്റെ ഹൃദയങ്ങളോട് കൈവിരൽ ചേർത്ത് വച്ചുകൊണ്ട് തണുത്ത കരസ്പർശം നൽകാൻ കഴിയുന്ന ഒന്നായി മാറുമ്പോഴാണ് അക്ഷരങ്ങൾ സൗന്ദര്യമുള്ളതായി മാറുന്നത്. മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തിലൂടെ ജാതിമത ഭേദമന്യേ കേരളക്കരയുടെ മനസ്സ് കീഴടക്കിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 30 ആണ്ടുകൾക്കപ്പുറം തൊടുപുഴയുടെ വെരിമാറിൽ മർഹൂം കുട്ടി സാഹിബ്, സഹോദരൻ ഹമീദ് ഹാജി എന്നീ ഉദാരമതികളുടെ തണലിൽ ആരംഭം കുറിച്ച ധാർമ്മിക ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രകാശ കേന്ദ്രമാണ് ദാറുൽ ഫതഹ്. ഒരു വിദ്യാലയമെന്നത് അറിവിന്റെ കൈമാറ്റം മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും ആധാരശിലയാണ്. വ്യക്തികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരായി രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ കർമ്മഭൂമിയിൽ ഓരോ കുട്ടിയും നാളെയുടെ പ്രതീക്ഷയാണ്. 2025-26 അധ്യയന വർഷത്തിൽ നടന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആനുവൽ റിപ്പോർട്ടിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഗ്രാൻഡ് ഓപ്പണിംഗ് ഡേ സെലിബ്രേഷൻ. വേനൽ അവധിയുടെ ദീർഘ നിശബ്ദതയ്ക്ക് വിരാമമിട്ട് സൂര്യകിരണങ്ങൾ മൃദുലമായി സ്കൂൾ മുറ്റത്ത് തഴുകിത്തലോടുമ്പോൾ പ്രതീക്ഷകളുടെയും പുതുമകളുടെയും കാൽച്ചുവടുകളോടെ കുട്ടികൾ വീണ്ടും വിദ്യാലയ കവാടം കടന്നുവന്നു. ചിറകു വിടർത്താൻ വെമ്പുന്ന 1000 സ്വപ്നങ്ങളുമായി വർണ്ണക്കുട ചൂടി നമ്മുടെ കുരുന്നുമക്കൾ മാതാപിതാക്കളുടെ വിരൽ തുമ്പിൽ തൂങ്ങി പുത്തൻ ഉടുപ്പണിഞ്ഞ് വിദ്യാലയമെന്ന അക്ഷരമുറ്റത്തേക്ക് ആദ്യമായി കാലെടുത്തു വയ്ക്കുന്ന ഓരോ കുരുന്നിന്റെയും കണ്ണുകളിൽ വിരിയുന്നത് 1000 നക്ഷത്രങ്ങളുടെ തിളക്കങ്ങളാണ്. അറിവിന്റെ പുതിയ ചക്രവാളങ്ങൾ തേടിവന്ന പൊന്നോമനകൾക്ക് സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ആധ്യാത്മികതയുടെ ആദ്യാക്ഷരമായ അലിഫെഴുതി വിദ്യാരംഭം കുറിക്കാൻ അവസരമൊരുക്കി. KG ഇന്റർനാഷണൽ മോണ്ടിസോറി സിസ്റ്റം IV കിഡ്സ് പാഠ്യപദ്ധതി. അറിവിന്റെ പുതുമഴ പെയ്യുന്ന ഒരു ഉദ്യാനമാണ് കിൻഡർ ഗാർഡൻ പ്രീ സ്കൂൾ സംവിധാനങ്ങൾ. ഓരോ കുട്ടിയും ഓരോ അത്ഭുതമാണെന്ന തിരിച്ചറിവോടെ അവരുടെ നൈസർഗിക വാസനകളെ പൂർണ്ണമായും വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി
ലോകത്തെ തൊട്ടറിഞ്ഞും അനുഭവിച്ചും പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശ്വോത്തരമായ IV കിഡ്സ് മോണ്ടിസോറി പഠന രീതിയാണ് നാം ഇവിടെ പിന്തുടരുന്നത്. കളേഴ്സ് ഡേ, ഫ്രൂട്ട്സ് ഡേ, വെജിറ്റബിൾ ഡേ, ഫീൽഡ് ട്രിപ്പ്, നേച്ചർ വാക്ക് തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ വിരൽത്തുമ്പിലെ ചലനശേഷി മുതൽ ചിന്താശേഷി വരെ വർദ്ധിപ്പിക്കുന്ന ഫൈൻ മോട്ടോർ സ്കിൽസ് പരിശീലനത്തിന് ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്നു. ഗ്ലോബൽ സ്കൂളിംഗ്. വിദ്യാഭ്യാസം എന്നത് കേവലം പാഠപുസ്തകങ്ങളിലെ അറിവ് പകരലല്ല, മറിച്ച് ഒരു തലമുറയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുവാനുള്ള ഊർജ തന്ത്രമാണ്. മാറ്റങ്ങളെ ഭയപ്പെടാതെ പുതുമകളെ പുണരാൻ നമ്മുടെ കുരുന്നുമക്കളെ പ്രാപ്തരാക്കലാണ്. പരമ്പരാഗത പഠന ശൈലികളിൽ നിന്നും വിഭിന്നമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വിഭാവനം ചെയ്യുന്ന സ്കിൽ ആൻഡ് കോമ്പിറ്റൻസി ലേണിംഗിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ നമ്മുടെ സ്കൂളിൽ തുടരുന്ന ലീഡ് സ്കൂൾ ഇന്റഗ്രേറ്റഡ് ലേണിംഗ് സൊല്യൂഷൻ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുവാനും സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകൾ സജ്ജമാക്കുവാനും കഴിഞ്ഞു. 1ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കോഡിംഗ്, AI പഠനവും മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മാണ രീതിയും റോബോട്ടിക് പഠനവും ഇതിന്റെ ഭാഗമായി നടക്കുന്നു. അറിവിന്റെ ലോകത്തേക്ക് മിഴി തുറക്കുന്ന ഓരോ കുഞ്ഞും നാളെയുടെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനങ്ങളെ മികവിന്റെ ഉത്തുംഗ ശൃംഖകളിലെത്തിക്കുവാൻ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി മതഭൗതിക വിദ്യാഭ്യാസ പദ്ധതികളെ ക്രിയാത്മകമായി സമന്വയിപ്പിക്കുവാൻ കഴിയുന്ന ശാസ്ത്രീയമായ സംവിധാനം നിലനിൽക്കുന്ന ഏക കലാലയമാണ് നമ്മുടെ സ്കൂൾ. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി കൃത്യമായ സിലബസ് പ്രകാരം ക്ലാസുകൾ നടക്കുന്നു. കേവലം കിതാബുകളിൽ നിന്നും മനപ്പാഠം പഠിക്കുന്നതിനു പകരം പ്രാക്ടിക്കൽ ക്ലാസുകളിലൂടെ നമസ്കാരവും പ്രാർത്ഥനകളും കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളും ഖുർആൻ പാരായണവും മനപ്പാഠമാക്കൽ എന്നീ വിഷയങ്ങളിലും പ്രത്യേക ക്ലാസുകളും ശ്രദ്ധയും നൽകി വരുന്നു. സ്റ്റുഡൻസ് പാർലമെന്റ് ഇലക്ഷൻ, ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ, വിദ്യാർത്ഥികൾ നേതൃപാടവം, കൂട്ടായ്മ, ജനാധിപത്യ മൂല്യങ്ങൾ തുടങ്ങിയവ വളർത്തിയെടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും വളർത്തിയെടുക്കുന്നതിനും സംഘടനാപരമായ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ഇത് വഴിയൊരുക്കുന്നു. ഒരാഴ്ചയിൽ ഏറെ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഇലക്ഷൻ ക്യാമ്പയിനുകൾ, സംഗമങ്ങൾ, നോമിനേഷൻ സമർപ്പണം, പ്രകടന പത്രിക, പോളിംഗ് വാർത്താ സംരക്ഷണം തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ ഏറെ കൗതുകമുണർത്തി. ഒരു വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളിലൊന്നാണ് ഇൻവെസ്റ്റിറ്റേച്ചർ സെറിമണി. ഇത് കേവലം പദവികൾ കൈമാറുന്ന ഒരു ചടങ്ങല്ല, മറിച്ച് വരും തലമുറയിലെ നേതാക്കളെ വാർത്തെടുക്കുന്ന ഉദാത്തമായ ഒരു മുഹൂർത്തമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗികമായി അധികാര ചിഹ്നങ്ങളും ബാഡ്ജുകളും നൽകുന്നതോടെ അവർ കേവലം വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാലയത്തിന്റെ സാരഥികളായി മാറുന്നു. മാസ്റ്റർ ആമിൽ മുഹമ്മദ് പ്രൈം മിനിസ്റ്ററായും മിന പർവിൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായും 8-അംഗ സ്റ്റുഡൻസ് പാർലമെന്റ് കമ്മിറ്റി നിലവിൽ വന്നു. ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻസ്. വിദ്യാഭ്യാസം എന്നത് കേവലം അക്ഷരജ്ഞാനമോ പാഠപുസ്തക വായനയോ മാത്രമല്ല, അത് മനുഷ്യന്റെ സഹജമായ സർഗവാസനകളെയും ശാരീരിക ക്ഷമതയെയും പരിപോഷിപ്പിക്കലാണ്. വിദ്യാലയമുറ്റങ്ങളിൽ അരങ്ങേറുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ദിനങ്ങൾ കേവലം വിനോദത്തിനപ്പുറം വ്യക്തിത്വ വികസനത്തിന്റെ വലിയ പാഠശാലകളാണ്. കുട്ടികളുടെ മനോമുകുരത്തിൽ വിരിയുന്ന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന വേദികളാണ് കലോത്സവങ്ങൾ. സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുവാനും സഹജീവികളോട് സഹാനുഭൂതിയോടെ പെരുമാറുവാനും കലകൾ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. സ്പോർട്സ് വെറും കളിയല്ല, അത് അച്ചടക്കത്തിന്റെയും ടീം വർക്കിന്റെയും മഹാപാഠമാണ്. വിജയപരാജയങ്ങളെ
ഒരുപോലെ സ്വീകരിക്കുവാനുള്ള കായിക മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ കായിക മേളകൾ സഹായിക്കുന്നു. ആനുവൽ ആർട്സ് ഫെസ്റ്റ് പ്രോഗ്രാം കരിമണ്ണൂർ CI VC വിഷ്ണുകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോൺവക്കേഷൻ സെറിമണി വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടവും പിന്നിടുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലാണ്. UKG ക്ലാസുകളിലെ കൊച്ചുമിടുക്കരുടെയും 10+2 ക്ലാസുകളിലെ കൗമാരക്കാരുടെയും നേട്ടങ്ങൾ ആഘോഷമാക്കിയ സുദിനമായിരുന്നു ഈ സ്കൂൾ കോൺവക്കേഷൻ സെറിമണി. കേവലം ഒരു ചടങ്ങെന്നതിലുപരി പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിലൂടെ അവരുടെ വിദ്യാഭ്യാസ യാത്രയ്ക്ക് പുതിയ ഒരു ഊർജം പകരുകയായിരുന്നു ഈ സംഗമം. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് കോൺവക്കേഷൻ സെറിമണി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും TK അബ്ദുൽ കരീം സഖാഫി, MP അബ്ദുൽ കരീം സഖാഫി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും നൽകുകയും ചെയ്തു. ഷിറ്റോ കപ്പ് സ്റ്റേറ്റ് ലെവൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് വർഷം തോറും സംഘടിപ്പിക്കാറുള്ള അഖില കേരള ഷിറ്റോ കപ്പ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഈ വർഷം ആതിഥേയത്വം വഹിക്കാൻ നമ്മുടെ സ്കൂളിന് അവസരം ലഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന 400-ലധികം വിദ്യാർത്ഥികൾ ആയോധന കലയുടെ ഒരു മഹാസംഗമത്തിൽ പങ്കെടുത്തു. അച്ചടക്കത്തിന്റെയും കഴിവിന്റെയും ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കണ്ട ഈ മത്സരം പങ്കെടുത്തവർക്കും കണ്ടുനിന്നവർക്കും ഒരുപോലെ പ്രചോദനം നൽകി. തൊടുപുഴ DYSP PK സാബു സർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹിസ്റ്റോറിക്കൽ ആൻഡ് ഗോൾഡൻ അച്ചീവ്മെന്റ്സ് ഇൻ വേരിയസ് കോമ്പറ്റീഷൻ ഡ്യൂറിംഗ് ദ അക്കാദമിക് ഇയർ. ചരിത്രം വഴിമാറിയൊഴുകിയ നേട്ടങ്ങളുടെ പൊൻതൂവലുകൾ ചാർത്തിക്കൊണ്ടാണ് 2025-26 അധ്യയന വർഷം കടന്നുപോകുന്നത്. വിദ്യാലയത്തിന്റെ യശസ്സും പെരുമയും വാനോളമുയർത്തിയ ഈ കാലയളവ് വിദ്യാർത്ഥികളുടെ സർഗാത്മകവും ഭൗതികവുമായ വികാസത്തിന് സാക്ഷ്യം വഹിച്ചു. ഓരോ ചുവടുവെപ്പിലും മികവിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മുടെ പ്രതിഭകൾക്ക് സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണ്. IAME സെൻട്രൽ റീജിയണിന് കീഴിൽ പേഴക്കാപ്പള്ളി അറഫ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയം കുറിച്ചത് ഐതിഹാസികമായ വിജയമാണ്. 20ഓളം CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നായി മാറ്റുരച്ച 1200-ലധികം കലാപ്രതിഭകളെ പിന്നിലാക്കി നമ്മുടെ വിദ്യാലയം 2ാം വട്ടവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുകയും വിവിധ കാറ്റഗറികളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. കൂടാതെ IAME സെൻട്രൽ റീജിയന് കീഴിൽ ആലുവ MJS ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ഖുർആനിക് ഫെസ്റ്റ് ജില്ലാതല മത്സരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് റണ്ണറപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. അഖില കേരള ഷിറ്റോ കപ്പ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 60ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് റണ്ണറപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അഖില കേരള ചിത്രരചനാ മത്സരത്തിലും BMH സംസ്ഥാന തലത്തിൽ നടത്തിയ പെയിന്റിംഗ് മത്സരത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അമിൻ ഫാത്തിമയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മെറിറ്റ് ഡേ സെലിബ്രേഷൻ ആദരവും അംഗീകാരവും ഓരോ വ്യക്തിക്കും പുതിയ ഊർജവും ആത്മവിശ്വാസവുമാണ് പകരുന്നത്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യയന വർഷം നേട്ടങ്ങളുടെയും അഭിമാന നിമിഷങ്ങളുടെയും വിളനിലമായിരുന്നു. കഠിനാധ്വാനത്തിലൂടെയും അചഞ്ചലമായ ലക്ഷ്യബോധത്തിലൂടെയും വിജയത്തിന്റെ പടവുകൾ കയറിയ പ്രതിഭകളെ ആദരിക്കുന്ന വേദി കൂടിയായിരുന്നു ഇത്. മികവിന്റെ ഉരകല്ലിൽ മാറ്റുരച്ച് വിജയികളായ മുഴുവൻ കലാകാരന്മാരെയും പ്രതിഭകളെയും ഈ വേദിയിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തു. ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയുടെ ശില്പികൾ
എന്ന നെഹ്റുജിയുടെ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ശിശുദിനം സമുചിതമായി ആഘോഷിച്ചു. സ്നേഹനിധിയായ ചാച്ചാജിയുടെ ജന്മദിനം കുരുന്നുകളുടെ മനസ്സുകളിൽ ആവേശത്തിന്റെ പുതിയ നിറങ്ങൾ പകർന്നു. വർണ്ണാഭമായ പരിപാടികളാലും നിഷ്കളങ്കമായ പുഞ്ചിരികളാലും വിദ്യാലയമുറ്റം ഒരു പൂക്കാലം പോലെ മനോഹരമായി. പാൽ പുഞ്ചിരി പൊഴിച്ച് തൂവെള്ള വസ്ത്രത്തിൽ റോസാപ്പൂക്കളുമണിഞ്ഞ നൂറുകണക്കിന് കുഞ്ഞു ചാച്ചാജിമാർ ശിശുദിന റാലിയിൽ അണിനിരുന്നു. ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ പകർന്നേകുന്ന അറിവിനേക്കാളും ഉപരിയായി നൽകുന്ന സ്നേഹവും പ്രതീക്ഷയുടെ കരുതലുമാണ് ഒരു അധ്യാപകനെ ഉത്തമനാക്കുന്നത്. അറിവിന്റെ ലോകത്തേക്ക് വിരൽത്തുമ്പ് പിടിച്ച് നയിക്കുന്ന ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ ആഴമളക്കാൻ സാധിക്കാത്തതാണ്. അജ്ഞതയുടെ ഇരുളകറ്റി അറിവിന്റെ പ്രകാശം ചൊരിയുന്ന ഓരോ ഗുരുവിനെയും ആദരിക്കാനായി നാം ഈ ദിനം മാറ്റിവെക്കുന്നു. ദാറുൽ ഫത്തഹിലെ കുട്ടികൾ അധ്യാപക ദിനം സ്മരണീയമാക്കി. ഗ്രാൻഡ് പേരൻസ് ഡേ സെലിബ്രേഷൻ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ മാതാപിതാക്കളെ പോലെ തന്നെ വളരെയേറെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഗ്രാൻഡ് പേരൻസ് അഥവാ വല്യുപ്പയും വല്യുമ്മയും. തിരക്കേറിയ ജീവിതക്രമങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും തീരാത്ത കലവറയാണവർ. മാതാപിതാക്കളുടെ കർശനമായ നിയന്ത്രണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുത്തശ്ശന്മാർ പലപ്പോഴും നിരുപാധികമായ സ്നേഹം നൽകുന്നു. ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വൈകാരികമായ സന്തുലിതാവസ്ഥ കൈവരിക്കാനും സഹായിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് ഈ അധ്യയന വർഷം KG വിദ്യാർത്ഥികളുടെ മുഴുവൻ ഗ്രാൻഡ് പേരൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഗ്രാൻഡ് പേരൻസ് ഡേ പ്രോഗ്രാം ബോധവൽക്കരണ ക്ലാസ് കുട്ടികളിലും കുടുംബാംഗങ്ങളിലും ഏറെ സന്തോഷം നൽകി. സപ്പോർട്ട് ഓഫ് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഏതൊരു സ്കൂളിന്റെയും പ്രവർത്തന മികവിന് പിന്തുണയേകുന്ന പ്രധാന വിഭാഗമാണ് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ അഥവാ PTA-യും MPTA-യും. PTA പ്രസിഡന്റ് ഹംസ മറവെട്ടിക്കൽ, വൈസ് പ്രസിഡന്റ് ഷാമിൽ അസീസ്, MPTA ചെയർപേഴ്സൺ സജീന സലാം എന്നിവരുടെയും നേതൃത്വത്തിൽ കെട്ടുറപ്പോടെയും ഐക്യത്തോടെയും സമയബന്ധിതമായി നടന്നുവരുന്ന മീറ്റിംഗുകളും അവരുടെ ആത്മാർത്ഥമായ സഹകരണവും ഇത്തരണത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. സ്കൂൾ വികസന പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വാഹന സൗകര്യത്തിന്റെ അപര്യാപ്തത മനസ്സിലാക്കിയ സ്കൂൾ മാനേജ്മെന്റ് സമയബന്ധിതമായി പുതിയ വാഹനങ്ങൾ വാങ്ങുകയും യാത്രാ സംവിധാനങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു. കൂടാതെ സോളാർ സംവിധാനം, സ്കൂൾ ബിൽഡിംഗ് വളരെ ഭംഗിയായി പൂർണ്ണമായും പെയിന്റ് അടിക്കുന്ന പ്രക്രിയ, കുട്ടികൾക്കായി പ്രത്യേകം ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിന്റെ സമ്പൂർണമായ വികസന പ്രവർത്തനത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. നമ്മുടെ നാടിന്റെ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ വിജയഭവനം പടുത്തുയർത്തിയ ദാറുൽ ഫത്തഹ് പബ്ലിക് സ്കൂൾ അറിവിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് നമ്മുടെ ഈ പ്രയാണത്തിൽ താങ്ങായി തണലായി കൂടെ നിൽക്കുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഡ്രൈവർമാർ, അധ്യാപകർ, അനധ്യാപകർ, ഓഫീസ് സ്റ്റാഫ്, മാനേജ്മെന്റ് അംഗങ്ങൾ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നല്ലവരായ നാട്ടുകാർ തുടങ്ങി എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നതിനോടൊപ്പം വരും വർഷങ്ങളിലും പൂർണ്ണമായ സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സവിനയം സദയം സമർപ്പിക്കുന്നു.